നമസ്കാരം. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് നമുക്കൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇലക്ട്രോണിക്സ് ബില്ലടിക്കാനും പ്രിൻ്ററിൽ നിന്ന് തെർമൽ പ്രിൻ്ററിൽ നിന്ന് ബില്ലടിക്കാനും അതുപോലെ തന്നെ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക് SMS, പ്രിവിലേജ് കാർഡുകൾ, അങ്ങനെ ഡിസ്കൗണ്ട് കൂപ്പൺ കാർഡുകൾ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയോടും കൂടിയുള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അത് വളരെ സിമ്പിളായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്ത ശേഷം പഠിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ 2, 3, 4 വീഡിയോസ് കാണുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 8,900 or 9,000 അടുത്ത് കസ്റ്റമേഴ്സായി റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്. അപ്പോൾ തന്നെ ഇതിൻ്റെ റിഫൈൻമെൻറ്റ്, ഏതൊരു സോഫ്റ്റ്വെയറിൻ്റെ നമ്പർ ഓഫ് പീപ്പിൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കൂടും. അങ്ങനെയാണ് എല്ലാ സോഫ്റ്റ്വെയറുകളും ഏറ്റവും പ്യൂരിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ നല്ല പ്യൂരിറ്റി ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അത് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് കുറേ അധികം ബൾക്ക് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്കാണ്, അതിനകത്ത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് ഈ എക്സലിൽ കൂടി ഇമ്പോർട്ട് ചെയ്യാവുന്ന ഫെസിലിറ്റികൾ, അതുപോലെ ഡയറക്റ്റ് പർച്ചേസ് എൻ്റർ ചെയ്യാവുന്ന ഫെസിലിറ്റികൾ, അങ്ങനെ A to Z ഫെസിലിറ്റീസ് ഉള്ള ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അതിൻ്റെ ഡിഫറെൻറ്റ് ഇത് ശരിക്കും ഞാനൊരു ട്യൂട്ടോറിയൽ ക്ലാസ്സസ് ആയിട്ട് ഞാൻ ചെയ്തു തരാം. ഫോർ എക്സാമ്പിൾ ഒരു 7-8 വീഡിയോസ്, ചെറിയൊരു വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും എന്താണ് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തുള്ളത്, എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞോട്ടെ, ഈ സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപനം തലയോലപ്പറമ്പിനാണുള്ളത്. തലയോലപ്പറമ്പ് എന്ന് പറയുമ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണുള്ളത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്നാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ബിസിനസ്സുകൾ, അതായത് ഡ്രസ്സ്, തുണിക്കടകളായിക്കോട്ടെ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, മൾട്ടി കൗണ്ടർ ഫെസിലിറ്റീസ്, അങ്ങനെ A to Z ഫെസിലിറ്റീസ്, ഇതിൻ്റെ A to Z ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതില്ലാത്തിനും ഉപരിയായിട്ട് ബെസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട്. ഞാൻ ഹിന്ദിയിലാണ് കൂടുതലും വീഡിയോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഓഫീസിൻ്റെ വീഡിയോസ്, ഓഫീസിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടാണ് എങ്ങനെയാണ് എന്നുള്ള A to Z. പിന്നെ അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ള ഹാർഡ്വെയറുകൾ, പ്രിൻ്ററുകൾ, സ്കാനറുകൾ, പേപ്പർ റോളുകൾ, സ്റ്റിക്കർ റോളുകൾ, റിബൺ, അങ്ങനെ A to Z ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റെയിൻടെക്കിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 1 by 1 നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ മെയിൻ റീസൺ. സോഫ്റ്റ്വെയർ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂസ് ചെയ്യുന്നൊരു സാധനം നമ്മൾ ഷോപ്പിലിരിക്കുമ്പോൾ. അപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രോഫിറ്റ് ഉണ്ടായി ആ പർട്ടിക്കുലർ ഡേ, അതുവരെ ഈ സോഫ്റ്റ്വെയർ നമുക്ക് പറഞ്ഞു തരും. ശരി, നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോവാം. നമുക്ക് ലോഗിൻ ചെയ്യാം. ADMIN ആൻഡ് 1 2 3 4 5. ഇതൊരു ഡിഫോൾട്ട് പാസ്വേഡാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പാസ്വേഡുകൾ ഇതിനകത്ത് രജിസ്ട്രേഷനിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേഷൻ എ കമ്പനി. എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്? കുറച്ചധികം വീഡിയോസുകളായിട്ട് ചെറുതായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്തെടുക്കാനും വളരെ ഈസി ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരേ സീക്വൻസിൽ ആ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാസ്റ്റർ എൻട്രി പോയിട്ട് നമ്മുടെ സ്വന്തം കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിന് കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ തുറന്ന് നോക്കിയാൽ കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിംഗിൾ ഫോമാണ്. ഇത് ഫില്ല് ചെയ്യുക വളരെ ഈസി ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ റെയിൻടെക് ഡെമോ എന്ന് ഇടുകയാണ്. യുവർ കമ്പനി നെയിം, യുവർ കമ്പനി നെയിം ആൻഡ് അഡ്രസ് കോട്ടയം, ആൻഡ് നമ്മുടെ സ്വന്തം സ്റ്റേറ്റായ കേരളം സെലക്ട് ചെയ്തു. കോൺടാക്ട് നമ്പർ 8078311945. ഇമെയിൽ ID raintechstore@gmail.com, store@gmail.com.
നമുക്ക് റെയിൻടെക് info@raintech.pos എന്ന് പറഞ്ഞ ഇമെയിൽ ഐ ഡി ഉണ്ട്. അത് റെയിൻടെക്കിൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ നമുക്ക് GST ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് വിടാം. ഓക്കെ. പിന്നെ ഇത് CIN ഇടേണ്ട ആവശ്യമില്ല. റൈറ്റ് ഓഫ് എമൗണ്ടിൻ്റെ മാക്സിമം ലിമിറ്റാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബില്ലൊക്കെ ചെയ്യുമ്പോൾ 820 രൂപ വരുന്നപ്പോൾ 20 രൂപ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എത്ര വരെ ഡിസ്കൗണ്ട് ചെയ്യാമെന്നുള്ള ലിമിറ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 1000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാവുന്ന ഓപ്ഷൻ. ഇത് ഇൻവോയ്സ് കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില എൻ്റർപ്രൈസസിനൊക്കെ ഇൻവോയ്സിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ INV001 INV002 എന്ന് പറഞ്ഞായിരിക്കും ഇൻവോയ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ചില കോഡുകൾ ഇടേണ്ട ആവശ്യമുണ്ട്. ഈ INVയുടെയും ഇൻവോയ്സ് നമ്പറിൻ്റെ ഇടയ്ക്കാണ് ചില കോഡുകൾ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കോഡുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ഇടുവാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വരുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ ഒരു ലോഗോ ആഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു ലോഗോ ഇടുക. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു ബാർകോഡിൻ്റെ ഒരു പിക്ചർ ഇട്ടു. നമുക്ക് നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൻ്റെ ലോഗോ ഇടുക. കാരണം ഇതെല്ലാ ബില്ലിലും പ്രിൻ്റ് ഔട്ട് എടുത്ത് വരുന്നതാണ്. അതായത് നമ്മൾ ഈച്ച് ബില്ലടിക്കുമ്പോഴും A4 അല്ലെങ്കിൽ A5 ബില്ലടിക്കുമ്പോൾ ഇത് പ്രിൻ്റ് ഔട്ട് വരും. POS ബില്ലിൽ ഞങ്ങളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ POS 3 ഇഞ്ചിൻ്റെ പ്രിൻ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ലോഗോ ആഡ് ചെയ്ത് തരാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഈച്ച് ബില്ലിൻ്റെ അടിയിൽ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി ചേർക്കേണ്ട വളരെ ആവശ്യമാണ്. എസ്പെഷ്യലി ഗാർമെൻറ്റ്സിൻ്റെ ആൾക്കാർ, അല്ലെങ്കിൽ ഈവൻ ഗ്രോസറി ആണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പാക്കറ്റ് പൊട്ടിച്ചു ഉപയോഗിച്ചതിന് ശേഷം റിട്ടേൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഡ്രസ്സുകൾ വാഷ് ചെയ്തതിന് ശേഷം റിട്ടേൺ എടുക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകളുടെ മറ്റേ സ്ലിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ടാഗ്സുകൾ റിമൂവ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ എടുക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാം. അത് ബില്ലിൻ്റെ അടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ആകും ബൈ ഡിഫോൾട്ട്. നമ്മളെപ്പോഴും എഴുതി ചേർക്കേണ്ട ആവശ്യമില്ല, ബൈ ഡിഫോൾട്ട് അത് പ്രിൻ്റ് ആയിക്കോളും. ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ വാഷ്, റിട്ടേൺ നോട്ട് പോസിബിൾ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ചെന്നിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. സേവ് കൊടുത്തു, സേവ് ചെയ്തു. ഇതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് താഴത്തെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇൻഫർമേഷൻസ് ഒന്നും വന്നില്ല. നമ്മൾ കമ്പനി ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൺ ചെയ്യുക. അപ്പോൾ ADMIN 1 2 3 4 5 ഇങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വരുന്നതായിരിക്കും. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അതായത് ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ടാക്സ് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുന്നത് 500 രൂപയ്ക്കാന്ന് വെച്ചാൽ എക്സാമ്പിൾ, ഈ 500 രൂപ പ്ലസ് GST ഉണ്ട്, 500 രൂപ ഇൻക്ലൂസീവ് GST ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റി നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മുടെ കാറ്റഗറിയും സബ് കാറ്റഗറിയും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. പ്ലസ് യൂണിറ്റുകൾ, അതായത് കിലോഗ്രാം, ഗ്രാംസ് ആണ്, കിലോഗ്രാംസ് ആയിക്കോട്ടെ, പിന്നെ നമ്പേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള യൂണിറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനിവിടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ മാസ്റ്റർ എൻട്രിയിലെ കാറ്റഗറിക്കകത്ത് ഞാൻ ജസ്റ്റ് ഒരു കാറ്റഗറി ഇട്ടിട്ടുള്ളൂ. ഇഷ്ടമുള്ള കാറ്റഗറീസ് നമുക്കിവിടെ ന്യൂ ക്ലിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഗാർമെൻറ്റ്സ്, എന്നുള്ള കാറ്റഗറി സേവ് ചെയ്തു, ഓക്കെ കൊടുത്തു. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു പുതിയൊരു കാറ്റഗറി, ഫോർ എക്സാമ്പിൾ ഗ്രോസറി, സേവ് ചെയ്തു. ഇങ്ങനെയുള്ള ആവശ്യമുള്ള കാറ്റഗറീസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. കാറ്റഗറി കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ് കാറ്റഗറിയുടെ കൂടി ആഡ് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്ക് ഗ്രോസറിയിൽ പല ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് കാണും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പലവ്യഞ്ജന സാധനങ്ങൾ കാണും, അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്ക്സ് ഐറ്റംസ്, കൂൾ ഡ്രിങ്ക്സ് ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസ് കാണും. അപ്പോൾ നമ്മൾ സബ് കാറ്റഗറി ചെല്ലുക. സബ് കാറ്റഗറി ചെന്നിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ കൂൾ ഡ്രിങ്ക്സുകൾ കാണും. അപ്പോൾ നമുക്കിങ്ങനെ സബ് കാറ്റഗറി ഗ്രോസറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ് കാറ്റഗറിക്ക് ഒരു ID ക്രിയേറ്റ് ആകും. നോക്കിയുള്ളൂ, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ID ക്രിയേറ്റ് ആയി. എന്തിനാണ് ഈ ID എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൾക്ക് അപ്ലോഡുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാറ്റഗറിയുടെ പേര് പല പ്രാവശ്യം ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് മിസ്മാനേജ്മെൻറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ID നമ്പർ കൊടുത്തിരിക്കുക. അപ്പം നിങ്ങൾ പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ID നമ്പർ ഇട്ട് കൊടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി.
ഇതാണ് ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ യൂണിറ്റ് കൂടി കാണിച്ചു തരാം. യൂണിറ്റുകൾ കുറച്ചധികം യൂണിറ്റുകൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള യൂണിറ്റുകൾ വീണ്ടും ആഡ് ചെയ്യാം. പിന്നെ SMS-ൻ്റെ സെറ്റിങ്സുകൾ ഇവിടെ ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് SMS പോകുന്നത്. SMS ചുമ്മാ താങ്ക്സ് ആൻഡ് വിസിറ്റ് അഗെയിൻ എന്നും പറഞ്ഞിട്ടല്ല SMS പോകുന്നത്. ഓരോ കസ്റ്റമറും മേടിക്കുന്ന എമൗണ്ട് എത്രയാണെന്നും അത് കൃത്യമായി എഴുതി SMS പോകും. നമ്പർ 2 അവരുടെ ഇൻവോയ്സ് നമ്പർ SMS പോകും. നമ്പർ 3 അവരുടെ ലോയൽറ്റി പോയിൻറ്റുകൾ SMS പോകും. അങ്ങനെ നമ്പർ 4 അവരുടെ പേര് SMS പോകും. നമ്പർ 4 നമ്മുടെ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പേര് SMS-ൽ പോകും. അങ്ങനെ A to Z ഇൻഫർമേഷൻ ത്രൂ SMS പോകുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് തന്നെ ഒരു ഫീല് കിട്ടും. വാ, നിങ്ങൾ വന്നിരിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ നിന്നാണ്, മീൻസ് പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഫീല് കിട്ടും കസ്റ്റമർക്ക്. അങ്ങനെ നമുക്ക് പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും നമ്മുടെ ബില്ലിംഗ് സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ ടാക്സ് സെറ്റിങ്സ്, അതായത് മാസ്റ്റർ എൻട്രിയിൽ പോയിട്ട് ടാക്സ് സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ മുമ്പ് സംസാരിച്ച പോലെ സെയിൽസ് ഇൻക്ലൂസീവോ എക്സ്ക്ലൂസീവോ ഒന്നും മാറ്റിയിട്ട് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളൊക്കെ ഒരു പ്രൈസ് പറഞ്ഞാൽ ആ പ്രൈസ് തന്നെയായിരിക്കും വയ്ക്കുന്നത്. ടാക്സ് അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ പ്ലംബിങ് അതുപോലെ ചിലപ്പോൾ ചില ഹാർഡ്വെയർ ഐറ്റംസിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോടൊരു പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് GST എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ടാക്സ് സിസ്റ്റമാണ് അങ്ങനെ വരുന്നത്. ഇതിനെല്ലാത്തിനും പ്രത്യേകം റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ബേസിക് സെറ്റിങ്സാണ്. ബാർകോഡും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതും എക്സലിൽ കൂടി എങ്ങനെയാണ് ബൾക്ക് അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ട്യൂട്ടോറിയൽ നമ്പർ 2 കാണാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.